ഇനി വരുന്ന 3 വർഷക്കാലം ഭൂമിയിൽ തുടർച്ചയായിട്ട് മഴ പെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ വലിയൊരു പ്രളയം ഉണ്ടാവും. ആ പ്രളയത്തിൽ എല്ലാ ജീവജാലങ്ങളും ചത്തുപോകും. ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പണ്ട് നോവ ഉണ്ടാക്കിയതുപോലെ ഒരു കപ്പലുണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രവചനം വന്നത് അങ്ങ് ആഫ്രിക്കയിലെ ഘാനയിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പ്രവചനങ്ങൾ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. എന്നാൽ ആഫ്രിക്കയിലെ ഘാനയിൽ നിന്ന് വന്ന ഈ പ്രവചനം വിശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ സ്വന്തം കാറ് വിറ്റിട്ടും സ്വന്തം വീട് വരെ വിറ്റിട്ടും ആ കപ്പലിലെ സീറ്റ് ഉറപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ പൈസ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളുടെയും അതുപോലെ തന്നെ ആ പൈസ കൊണ്ട് കോടീശ്വരനായ ഒരുത്തൻ്റെയും കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ടു ജി ബ്രോസ്. ഒരു സുപ്രഭാതത്തിൽ ആഫ്രിക്കയിലെ ഘാനയിലുള്ള ജനങ്ങൾ ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റീല് കാണുന്നത്. ഇനി വരുന്ന 3 വർഷക്കാലം ഭൂമിയിൽ നിർത്താതെ മഴ പെയ്യാൻ പോവുകയാണ്. അത് വലിയൊരു പ്രളയം ഉണ്ടാക്കും. ആ പ്രളയത്തിൽ സർവ്വതും നശിച്ചു പോകും. എന്നാൽ ആ നാശത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ദൈവം എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി പണ്ട് നോവ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു കപ്പൽ നിങ്ങൾക്കായിട്ട് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ആ റീലിലുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പണ്ട് ബൈബിളിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രളയമാണ് വരാൻ പോകുന്നത്. അന്ന് നോവ ഒരു കപ്പലുണ്ടാക്കിയിട്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെ സംരക്ഷിച്ചു. എന്നാൽ ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള പ്രളയത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രളയം സംഭവിച്ചിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ എന്ന കാര്യത്തിൽ ഇന്നും നമുക്ക് സംശയമാണ്. എന്നാൽ ഇത്തരത്തിൽ സംശയത്തിൽ നിൽക്കുന്ന ഒരു കഥയുടെ സെക്കൻഡ് പാർട്ടാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്തത്. അത് വിശ്വസിച്ച് ഒരു കൂട്ടം ജനങ്ങൾ ഇയാൾക്ക് ഫോളോവേഴ്സായി പോവുകയും ചെയ്തു. ഈ സെക്കൻഡ് പാർട്ട് ക്രിയേറ്റ് ചെയ്ത ആളാണ് നമ്മുടെ കഥാനായകൻ. അയാളുടെ പേരാണ് എബോ നോവ. 2025 തുടക്കത്തിലാണ് ഈ നോവ ഗാസയിലുള്ള അൽ മീന എന്ന സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് പോലെ തന്നെയായിരുന്നു ഇയാളും പോയത്. അവിടെ എത്തിയതിന് ശേഷം ഇയാൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ ഇയാൾ തിരഞ്ഞെടുത്ത കണ്ടന്റ് ആയിരുന്നു വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായിട്ട് മഴ പെയ്യാൻ പോകുന്നു, അതിൻ്റെ ഫലമായിട്ട് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരുന്നു. ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നില്ല ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്നതായിട്ടും കപ്പലുണ്ടാക്കുന്നതായിട്ടുള്ള വിഷ്വൽസൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. താനാണ് ബൈബിളിൽ പറയുന്ന നോവയുടെ യഥാർത്ഥ പിൻതലമുറക്കാരൻ. എനിക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ സാധിക്കും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന 3 വർഷക്കാലം മഴ നിർത്താതെ പെയ്യാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകും. ആ പ്രളയത്തിൽ സർവ്വതും നശിക്കും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ മാത്രം രക്ഷിക്കാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളവരെ ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു അയാളുടെ വീഡിയോയുടെ കണ്ടന്റായിട്ട് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അയാൾ കപ്പലുണ്ടാക്കുന്ന വിഷ്വൽസ് എല്ലാം വീഡിയോസിൽ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള ലോകാവസാനത്തെ പറ്റി പറയുന്ന വീഡിയോസിലെല്ലാം അയാൾ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു വസ്ത്രം ധരിച്ചു വന്നതുകൊണ്ടും അയാൾ കൈകാര്യം ചെയ്ത വിഷയം എല്ലാവർക്കും കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള ഒരു വിഷയമായതുകൊണ്ടും എല്ലാവരും ആ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുകയാണ് ചെയ്തത്. എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് സിനിമ റിവ്യൂ പറഞ്ഞിട്ട് വൈറലായ പലവരും നമുക്കറിയാം. അത്തരത്തിൽ ഇയാളുടെ വീഡിയോസ് കൊട്ടൂര വൈറലായി പോവുകയാണ് ചെയ്തത്. വീഡിയോ വൈറലാകുന്നതിനനുസരിച്ചിട്ട് ഇയാളുടെ വീഡിയോൻ്റെ സ്റ്റൈലും മാറി മാറി വന്നു. എപ്പോഴും കപ്പൽ നിർമ്മാണത്തിൻ്റെ വീഡിയോസ് നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ലോകം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നോവയുടെ പിൻതലമുറക്കാരനായ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യം ഒരു കപ്പൽ നിർമ്മിക്കുന്നതായിട്ടായിരുന്നു അയാൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 10 കപ്പൽ ഉണ്ടാക്കുന്ന വിഷ്വൽസ് ഇയാൾ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, ലോകം അവസാനിക്കാൻ പോവുകയാണ്. ദൈവം എന്നോട് കൂടുതൽ പേരെ സംരക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കപ്പൽ പോരാതെ വരും. അതിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 10 കപ്പലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു അയാൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
എല്ലാവരും ഈ വീഡിയോ തമാശയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പല ഓൺലൈൻ ചാനലുകളും ഇയാളെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ ആരംഭിച്ചു. എങ്ങനെ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോയി കല്യാണം കഴിച്ച കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കില്ലേ, അതേപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇയാൾ ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മക്കളെ, മഴ പെയ്യാൻ പോകുന്നു, വെള്ളം പൊന്താൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു, വേഗം പോരെ, കപ്പലിലെ ടിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സീറ്റ് പരിമിതമാണ്, വേഗം ബുക്ക് ചെയ്താൽ കിട്ടും. ഇതായിരുന്നു അയാൾ ഓരോ ഇൻ്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലെടുക്കുന്ന ഇൻ്റർവ്യൂ അത് ആരുടെയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് അയാൾക്ക് ഭയങ്കരമായൊരു ബൂസ്റ്റ് കൊടുക്കും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അതുവരെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാതിരുന്ന ആളുകളിലേക്ക് വരെ ഇപ്പോൾ നോവയുടെ വീഡിയോ എത്തിപ്പെടുകയാണ് ചെയ്തത്. എല്ലാ ഇൻ്റർവ്യൂവിലും നോവ ഒരേ കാര്യം തന്നെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകം അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടാനുള്ള വഴി നോക്കൂ എന്ന രീതിയിൽ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നുണ അത് 1000 തവണ പറഞ്ഞ സത്യമായി മാറുന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആദ്യം എല്ലാവരും തമാശയായി കണ്ടിരുന്ന ഈ വീഡിയോസ് അതിൽ ചിലർ സീരിയസ് ആയിട്ട് കാണാൻ ആരംഭിച്ചു. എപ്പോഴും ഈ ലോകാവസാനത്തെ പറ്റി കേട്ട് ലോകാവസാനത്തെ പറ്റിയും മരണത്തെ പറ്റിയുള്ള ഭയം അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കടന്നുകൂടി. ഇത് പലരും സത്യമാണെന്ന് വിശ്വസിക്കാൻ ആരംഭിച്ചു. കാരണം യവനോവ മഴ പെയ്യാൻ തുടങ്ങുന്ന ദിവസം വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന്, അതായത് ഡിസംബർ 25-ാം തീയതി മഴ പെയ്യാൻ ആരംഭിക്കും. ആ മഴ ലോകാവസാനത്തിനുള്ളതാണ്. ഇത് കേട്ട പലരും സ്വന്തം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ആ കപ്പലിലെ സീറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ കയ്യിൽ കാശ് മാറ്റി വെക്കാത്ത പലരും സ്വന്തം കാറ് വിറ്റിട്ടു, ചിലർ സ്വന്തം വീട് വരെ വിറ്റിട്ടും ആ കപ്പലിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടായത്. അവരെല്ലാവരും പറഞ്ഞ ഒരു ന്യായം, സ്വന്തം ജീവൻ പോയിട്ട് കുറെ സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം എന്നായിരുന്നു. വാസ്തവത്തിൽ സത്യമാണ്, പക്ഷെ വല്ലാത്ത ആളുകൾ തന്നെ. എന്നാൽ ഈ വിഷയം സീരിയസ് ആവണു എന്ന് കണ്ട ചില പൗരബോധമുള്ള ആളുകൾ, യൂട്യൂബേഴ്സ് ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും, ഈ എവോനോവ പറഞ്ഞ നാട്ടിലേക്ക് പോയിട്ട് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പൽ കാണാനായിട്ട് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഈ പോയവർക്ക് സത്യം മനസ്സിലാവുന്നത്. കാരണം എവോനോവ ഇതാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പൽ എന്ന് പറഞ്ഞു കാണിച്ചിരുന്ന ഓരോ കപ്പലും അവിടെ ഉണ്ടായിരുന്ന മുക്കുവന്മാർ ഫിഷിങ്ങിനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളായിരുന്നു. അതായത് ഈ ബോട്ടുകൾക്കും എവോനോവയ്ക്കും ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. ആ ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കാണിച്ച് ലോകാവസാനത്തിൽ നിങ്ങളെ രക്ഷിക്കാനുള്ള കപ്പലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഒരു സുപ്രഭാതത്ത് അയാൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചെന്ന് മാത്രമാണ്. എന്നാൽ അതിന് പുറമെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവരുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള വീഡിയോ കണ്ട പലരും അതിൽ കമൻ്റായിട്ട് ഇട്ടിരിക്കുന്നത്, എടോ ഇതൊരു കോമഡി പ്രോഗ്രാം അല്ലേ, അത് കണ്ടിട്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ അതൊക്കെ നാശാക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന രീതിയിലായിരുന്നു. എന്നാൽ മറ്റ് ചിലർ അതിലിട്ടിരിക്കുന്ന കമൻറ്റ് വേറെ രീതിയിലായിരുന്നു. എടാ, നീ ദൈവത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ദൂതനെയാണ് നീ സംശയിക്കുന്നത്, ഇതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തരും, നിനക്ക് നരകം തന്നെയാണ് ഫലം എന്ന രീതിയിലുള്ള കമൻറ്റുകളും അതിലൊരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നോവ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അയാൾ എവിടെ പോവുകയാണെങ്കിലും ഒരു 10 കാറ് അകമ്പടിയോടെ വരും, എപ്പോഴും ക്യാമറ, സെക്യൂരിറ്റി ഗാർഡ്സ്, അങ്ങനെ ഒരു സെലിബ്രിറ്റിൻ്റെ ലൈഫായിരുന്നു നോവ ജീവിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ഓരോ വീഡിയോസും വൈറലാവുന്നതിനനുസരിച്ച് അയാൾക്കുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണവും കൂടി വന്നു. അതോടൊപ്പം തന്നെ ഇതിൽ വിശ്വസിക്കുന്ന പലരും ആ കപ്പലിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നോവയ്ക്ക് ഒരുപാട് കാശും വരാൻ ആരംഭിച്ചു. പക്ഷെ നോവയുടെ ഫെയിം കൂടുന്നതിനനുസരിച്ചിട്ട് അയാളുടെ ഭയവും കൂടുന്നുണ്ടായിരുന്നു. കാരണം ഡിസംബർ 25-ാം തീയതി മുതൽ മഴ പെയ്യണം. കാരണം ഡിസംബർ 25-ാം തീയതി മുതൽ മഴ പെയ്യുമെന്നാണ് പ്രവചനം. ആ ദിവസം അടുക്കും തോറും നോവയുടെ ഭയം കൂടി വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോവ മറ്റു തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് വന്ന പല വീഡിയോസിലും നോവ പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ മഴ പെയ്യുന്നത് കുറച്ച് ദിവസം മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്, ഞാൻ ദൈവത്തിനോട് എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കുക, അപ്പോൾ ചിലപ്പോൾ മഴ മാറി പോകാനുള്ള വഴിയുണ്ട് എന്ന രീതിയിലായിരുന്നു നോവയുടെ ഈ വീഡിയോസ് എല്ലാം വന്നിരുന്നത്. പിന്നീട് വന്ന പല വീഡിയോസിലും നോവ പറഞ്ഞിരുന്നത്, ഇനി എങ്ങാനും മഴ പെയ്യാതിരുന്ന ഒരുത്തം പോലും എന്നോട് ഒന്ന് ചോദിക്കാൻ പാടില്ല, കാരണം എന്നെ തൊട്ടവൻ്റെ കണ്ണ് ദൈവം പൊട്ടിക്കും. ഇത്തരത്തിലുള്ള വീഡിയോസും നോവ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എന്നാൽ അതുവരെ ഈ വിഷയം തമാശയായി കണ്ടിരുന്ന ഒരുപാട് ജനങ്ങൾ
അതിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഗാന ഗവൺമെൻറ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് കള്ളപ്രവചനങ്ങൾ നടത്തുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ലോകം എന്നാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും ഇത്തരത്തിൽ പ്രവചനങ്ങൾ നടത്തുന്ന ദൈവദൂതന്മാരെന്ന് പറഞ്ഞു വരുന്നവരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇറക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തും നോവയെ വിളിച്ചിട്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടേയിരുന്നു. ആ ഇൻ്റർവ്യൂകളിലെല്ലാം നോവ പറഞ്ഞത് അതേ കാര്യം തന്നെയായിരുന്നു. ടിക്കറ്റ് എടുക്കൂ രക്ഷപ്പെടും എന്ന രീതിയിലായിരുന്നു നോവ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ദിവസം അടുത്തുകൊണ്ടേയിരുന്നു. പലരും കാശ് കൊടുത്ത് നോവയുടെ ആ ഇല്ലാത്ത കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം അടുക്കും തോറും ജനങ്ങളുടെ ഉള്ളിലെ ഭയം കൂടിക്കൂടി വന്നു. പലരും 25-ാം തീയതി വരെ കാത്തു നിൽക്കാതെ അൽമീനയിലേക്ക് സകല കെട്ടും പാണ്ടും എടുത്ത് വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട നോവ കൂടുതൽ പേടിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ നോവ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും അർജൻറ്റായിട്ട് ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ല, കാരണം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ മഴ പെയ്യുന്ന പ്രക്രിയ ദൈവം കുറച്ച് നീട്ടി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഴ നീട്ടി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. So please stay home, enjoy yourself, have fun. And also, പക്ഷെ ഇതൊന്നും കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ജനങ്ങൾ കൂട്ടമായിട്ട് അൽമീനയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കാരണം ഡിസംബർ 25-ാം തീയതി ഭീകരമായ മഴ പെയ്യാൻ പോവുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊന്തിയ ഇങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് എല്ലാവരും നേരത്തെ അൽമീനയിലേക്ക് എത്തി വന്നതാണ്. എന്നാൽ ക്രിസ്മസിൻ്റെ തലേന്ന് ആഫ്രിക്കയിൽ വലിയ പരിപാടികൾ നടക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഗാനയിൽ നടക്കുന്ന റാപ്പർ ഹോളി എന്ന പരിപാടി. അനേകായിരം ജനങ്ങൾ ഒത്തുകൂടുന്ന അവിടെ ആഘോഷങ്ങളുടെ രാത്രിയായിരിക്കും. ആ പരിപാടിക്കിടയിൽ നമ്മുടെ എബോ നോവ സ്റ്റേജിലേക്ക് കയറി വന്ന് ജനങ്ങളോടായിട്ട് ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നാളെ നടക്കാനിരിക്കുന്ന മഴ ദൈവം മാറ്റിവെച്ചു, ദൈവം ക്യാൻസൽ ചെയ്ത്. ലോക അവസാനം എന്ന പേടി ഇനി ആരും പേടിക്കണ്ട, കാരണം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൂടെയുള്ളവരുടെ പ്രാർത്ഥന മൂലവും ആ വലിയ ദുരന്തം വഴിമാറിപ്പോയിരിക്കുന്നു. ഇതായിരുന്നു നോവ ജനങ്ങളോടായിട്ട് പറഞ്ഞ ആ സന്തോഷ വാർത്ത. എല്ലാം മറന്ന് ജനങ്ങൾ തുള്ളിച്ചാടും എന്ന് വിചാരിച്ച് നോവയ്ക്ക് തെറ്റി. എല്ലാവരും നോവയ്ക്കെതിരെ തിരിയാണ് ചെയ്തത്. എടാ മഹാഭാവി, വീടും കാറും വിറ്റ് വന്ന ഞങ്ങളെല്ലാവരും ആരായി എന്ന രീതിയിലൊക്കെ ജനങ്ങൾ നോവയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. സംഗതി പന്തിയെല്ലാം തോന്നിയ നോവ സ്ഥലം പെട്ടെന്ന് തന്നെ കാലിയാക്കി എന്നുള്ള പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ജനക്കൂട്ടം നോവയ്ക്കെതിരെ വലിയ അക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. നോവയെ തിരഞ്ഞ് അവർ പല സ്ഥലങ്ങളിൽ അലഞ്ഞു, പക്ഷെ എവിടെയും നോവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അവരെന്ത് ചെയ്തു, നോവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമുക്കറിയാം, നോവ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ശരിയായ മുതലാളിമാർ വേറെ ഏതോ പാവങ്ങളായിരുന്നു. സ്വന്തം കപ്പൽ സ്വന്തം ബോട്ട് കിടന്ന് കത്തുന്ന കണ്ട ആ മുതലാളിമാരുടെ നെഞ്ച് കത്തിക്കണം. അവരും നോവയെ തിരഞ്ഞിറങ്ങി. നോവ പറ്റിച്ച നാട്ടുകാരും നോവ കാരണം ബോട്ട് കത്തിയ നാട്ടിലെ നാട്ടുകാരും നോവയെ തേടി ഇറങ്ങി അധികം വൈകാതെ തന്നെ നോവ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നോവ ജീവനും കൊണ്ടോടി. ആ ജീവൻ എടുക്കാൻ വേണ്ടി ജനക്കൂട്ടം പിന്നാലെ. അവസാനം നോവയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നോവയെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയാണ് ചെയ്തത്. അതായത് യഥാർത്ഥ നോവയുടെ പിൻതലമുറക്കാരനായ ദൈവം പറയുന്നത് കേൾക്കാൻ സാധിക്കുന്ന നമ്മുടെ എബോ നോവ ഇപ്പോഴും ജയിലിലാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ലോകത്ത് എവിടെയാണെങ്കിലും പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, അത് മതവും മതത്തിലെ ഭയവുമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന മറ്റുള്ള വീഡിയോസ്, പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കാണാനും ശ്രമിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.